കർത്താവിന്റെ ഏതുപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ദൈവദിന ഭാഗം വായിക്കുന്നു. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആര് ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആര് പ്രവചിക്കാതിരിക്കും? ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്നത് സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ ജനത്തിന്റെ തെറ്റുകുറ്റങ്ങളെ കാണിച്ച് അതവർക്ക് ബോധ്യപ്പെടുത്തി അവർ ചെയ്യുന്ന തെറ്റിന് അവരെ ശാസിക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ആമോസ് തന്റെ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവചനം സിംഹഗർജനത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. പ്രവചനത്തെ കൊണ്ട് വരുന്നവൻ, ഹല്ലേലൂയ, കർത്താവായ ദൈവം. ഹല്ലേലൂയ. പ്രവചനങ്ങളെ കൊണ്ടുവരുന്നവൻ നമ്മുടെ കർത്താവായ ദൈവമാണ്. അപ്പം ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഗംഭീരമായ ശബ്ദത്തിൽ, സിംഹം ശബ്ദത്തിൽ ഗർജിക്കുന്നത് പോലെ പറയണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും വെള്ളപൂശാൻ നമ്മൾ ശ്രമിക്കരുത്. ലോകത്തിലുള്ള സകല ജനത്തിന് പാപങ്ങളെ വെള്ളപൂശാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. മനുഷ്യന്റെ നന്മയോ മനുഷ്യന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ആ മനുഷ്യന്റെ പാപത്തെ നമ്മൾ വെള്ളപൂശരുത്. മനുഷ്യന്റെ കയ്യിൽ നിൽക്കുന്ന നന്മ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പാപത്തെ വെള്ളപൂശി കളയരുത്. വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞങ്ങൾ വിസ അയച്ചു തരാം എന്നുള്ള ഓഫർ കിട്ടിയാലും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെയും പാപത്തെ നമ്മൾ വെള്ളപൂശരുത്. ഇത് നടക്കുന്നത് അതാണ്. പക്ഷെ ആമോസ് പ്രവാചകൻ നേരെ തിരിച്ച് ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. സിംഹം ഗർജിക്കുന്നത് പോലെ താൻ പ്രവചനാത്മാവിൽ ജനത്തിന്റെ തെറ്റുകളെ ശക്തമായ രീതിയിൽ വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും അത് തന്നെയാണ് ചെയ്തത്. സിംഹഗർജനത്തോടുകൂടി സിംഹം ഗർജിക്കുന്ന പോലെ യേശു തന്റെ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പാപങ്ങളെ മറനീക്കി കാണിച്ചു, അവരെ ശാസിച്ചു. അതുകൊണ്ട് അനേകർ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന യേശു പോയ വഴിയിലൂടെയെല്ലാം വലിയ പുരുഷാരം യേശുവിനെ അനുഗമിച്ചു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണത്തിനും പേരിനും പ്രതാപത്തിനും വിദേശയാത്രയ്ക്കും വിദേശ തന്റെയും വരവിനും വേണ്ടി പലരും കാക്ഷിക്കുന്നത് കൊണ്ട്, അതിനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങളെ വെള്ളപൂശി അവരെ പറഞ്ഞയക്കുക. അതുകൊണ്ട് മാനസാന്തരം സംഭവിക്കുന്നില്ല, രൂപാന്തരം സംഭവിക്കുന്നില്ല, ജനത്തിന് നിത്യജീവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല, നിത്യതയിലേക്കുള്ള വഴി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. വിശ്വാസത്തിൽ നിൽക്കുന്നവർ പോലും ഇന്ന് നിത്യജീവനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ സംശയമാണ്. നമ്മൾ ഈ വെള്ളം പൂശുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ പ്രവചനം കൊണ്ടുവരുന്നവൻ യഹോവയായ ദൈവം. ആമോസ് പറയുക, പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പ്രവചനം നമുക്ക് തരുന്നത് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ഗർജനത്തോടെ തന്റെ പ്രവചന ശുശ്രൂഷ ദൂതുകൾ മുഴുവൻ പിതാവ് തന്നെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്തതുപോലെ യേശുക്രിസ്തു നമ്മളിൽ തന്നിരിക്കുന്ന ശുശ്രൂഷകൾ നാം സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജനത്തോടെ ഈ വചനം വിളിച്ചു പറയണം. ഹല്ലേലൂയ. മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ഇരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. ആരുടെ ശബ്ദം? യേശു കർത്താവിന്റെ ശബ്ദം. യേശു കർത്താവിന്റെ ശബ്ദം അലിയ ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുക. അതേ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ശബ്ദം എന്ന് പറയുന്നത് ആമ ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ അല്ലെങ്കിൽ ഇരച്ചിൽ പോലെയും നീ ശക്തമായ രീതിയിൽ, ശക്തമായ ഭാഷയിൽ, ആത്മീയമായ രീതിയിൽ നീ ദൈവത്തിന്റെ വചനം പ്രവചനാത്മാവിൽ ലോകത്തോട് വിളിച്ചു പറയണം. ജനത്തിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജനത്തിന്റെ പാപങ്ങളെ നമ്മൾ ശുദ്ധമായി അവയെ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ അതിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറഞ്ഞു. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നമ്മെ ആരും വിളിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യത്തില്ല. നമ്മളവരുടെ ബന്ധം പോലും ഒഴിവാക്കും. ഒരു സഭയിൽ പോലും നമ്മൾ കയറ്റിന്ന് വരത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ സഭയിൽ കയറ്റാത്തത്? ശക്തമായ രീതിയിൽ സിംഹം ഗർജിക്കുന്ന പോലെ
ജനത്തിന്റെ പാപത്തെ വിളിച്ചു പറയുന്നുകൊണ്ട്. ഹല്ലേലൂയ. എന്നാൽ വെള്ളപൂശി സംസാരിച്ച് നമുക്ക് എന്നും ചാൻസ് കിട്ടും, എന്നും നമുക്ക് അവസരം കിട്ടും. ഒരു നിമിഷമെങ്കിലും ദൈവത്തിന്റെ വചനമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രസംഗമേ കിട്ടിയുള്ളൂ, ഒരു ശുശ്രൂഷയെ കിട്ടിയുള്ളെങ്കിലും അത് സിംഹം ഗർജിക്കുന്നത് പോലെ ആരുടെയും പാപത്തെ വെള്ളപൂശാതെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം നീ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരി സഹോദരന്മാർ, യുവദൈവാക്കന്മാരോട് പറയട്ടെ, മുഖം നോക്കാതെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം. പ്രൈസ് ലോർഡ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരുടെ മുഖം നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, സിംഹം ഗർജിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, ആർ ഭയപ്പെടാതിരിക്കും. അത് സിംഹം ഗർജിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ് ആമോസ് ഇങ്ങനെ പറയാൻ കാരണം? അല്ലേ, എല്ലാ ഇസ്രായേലിയരും കുറ്റക്കാരാണെന്ന് ആമോസ് പറയും. എല്ലാ ഇസ്രായേലിനും കുറ്റക്കാരാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യാക്കോബ് ഗൃഹത്തിന് വരുവാനുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 7 ചോദ്യങ്ങളാണ് ഈ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്നോട് ഈ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞാൽ സിംഹഗർജനം. ഹല്ലേലൂയ. ഈ വചനം കേൾപ്പിനുള്ള സിംഹഗർജനം എന്ന് തുടങ്ങുന്ന 3 അല്ലെങ്കിൽ പ്രധാന സന്ദേശങ്ങളാണ് തുടർന്ന് വരുന്നത് അധ്യായങ്ങളിൽ കാണുന്നത്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ഇസ്രായേലിന് എല്ലാ കാലത്തും അഭിമാനിക്കാവുന്ന ഒരു പദവിയാണ്. ലോകത്തിൽ അനവധി രാജ്യങ്ങളുണ്ടല്ലോ, 800 കോടിയിലധികം ജനമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ 800 കോടിയിലധികം ജനം മുമ്പ് മരണപ്പെട്ടു പോയ അനവധിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ജനിക്കുന്നവരുണ്ട്, നാളെ ജനിപ്പാനുള്ളവരും ഉണ്ട്. ഹല്ലേലൂയ. നാളെ നമ്മുടെ ഉള്ളതല്ല, എന്തെങ്കിലും നമ്മൾ വിശ്വാസത്തെ പറയുക. അങ്ങനെ കോടാനുകോടി ജനം വസിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ആമീൻ ഇസ്രായേലിനെ ദൈവ സ്വന്തം ജാതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ സുപ്രധാനമായ വാർത്ത, ആ വചനം നമുക്ക് എത്രമാത്രം ആശ്വാസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രോതാവേ, ഈ ലോകത്തിൽ അനവധി ആളുകളുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവർ, നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ, അധികാരമുള്ളവർ, സ്ഥാനമാനമുള്ളവർ, പേരും പ്രശസ്തിയുള്ളവർ, ഹല്ലേലൂയ, നിങ്ങളെക്കാൾ സമ്പത്തുള്ളവർ, പാരമ്പര്യമുള്ളവർ എന്നൊക്കെ പറയുന്ന അനവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ ഇടയിൽ നിന്ന് ബലഹീനയായ നിന്നെ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച നിന്നെ, ഹല്ലേലൂയ, എന്റെ കർത്താവ് തെരഞ്ഞെടുത്ത ആ പദവി ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. പ്രൈസ് ലോർഡ്. ഇവിടുത്തെ ഉന്നതന്മാർക്ക് മാളികയിൽ സൗധങ്ങളിൽ താമസിക്കുന്ന കോടാനുകോടി രൂപയുടെ പുറത്ത് കിടന്നുറങ്ങുന്നവർ, കോടാനുകോടി രൂപ സമ്പത്തുള്ള ഡിപ്പോസിറ്റുള്ള കോടിപതികൾക്ക്, കോടീശ്വരന്മാർക്ക് ലഭിക്കാത്ത പദവിയാണ് ദൈവജനത്തിന് കിട്ടിയിരിക്കുന്നത്, ഇസ്രായേൽ ജനത്തിന് കിട്ടിയത്. കാരണം ദൈവത്തിന്റെ ജനമായി അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. അത് നമുക്ക് ആ പദവിയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്ക് തന്നിരിക്കുന്ന പദവിയെ നീ ദുർവിനിയോഗം ചെയ്യരുത്. ഹല്ലേലൂയ. സിംഹം ഗർജിക്കുന്നത് പോലെ നീ ഗർജിക്കണം. ഏത് ഉന്നതനായിരുന്നാലും, എത്ര വ്യക്തിയായിരുന്നാലും, ആ വ്യക്തിയോട് നീ സുവിശേഷം പറയുമ്പോൾ സിംഹ ഗർജന പോലെ അവന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കണം. അവിടെ ചിരിച്ചു കുഴഞ്ഞ് അതൊന്നും പറയാൻ പാടില്ല. ചില ആളുകളൊക്കെ ചോദിച്ചാൽ അച്ചായ, അമ്മാമ്മേ, ആന്റി, അപ്പച്ച, അമ്മച്ചി, ചേച്ചി എന്നൊക്കെ വിളിച്ച് കുഴഞ്ഞ് എന്ന് പറഞ്ഞാൽ അവരുടെ വെള്ളപൂശം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ സുവിശേഷം അറിയിച്ച ഇങ്ങനെ വെള്ളപൂശി സുവിശേഷം അറിയിക്കുന്ന അനേകവധി ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ വെള്ളപൂശുന്നത്? സിംഹം ഗർജിക്കുന്ന പോലെ നിങ്ങൾ ഗർജിക്കണം. സുവിശേഷം വിളിച്ചു പറഞ്ഞ യേശു മാമി വലിയ ഇടിമുഴക്കമുള്ള പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെയായിരുന്നു യേശുവിന്റെ ശബ്ദം. പാപത്തെ യേശു ചൂണ്ടിക്കാണിച്ചു, പാപത്തെ ശാസിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യും. അന്നേരം എന്നോട് ചെല്ലു, നാളെ നമുക്ക് അവിടെ പോകണ്ടേ? നാളെ പോകുന്നത് പിന്നത്തെ കാര്യമാണ്. നാളെ നീ അങ്ങോട്ട് പോകണോ പോകണ്ടോ എന്ന് കർത്താവ് തീരുമാനിക്കും. പക്ഷെ ഇന്ന് നിനക്ക് ചെല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഗർജിക്കണം. സിംഹം ഗർജിച്ച് നീ ദൈവവചനം വിളിച്ചു പറയണം. പലരും നാളെ അങ്ങോട്ട് പോകണ്ടേ, നാളെ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റൂ, അവിടുന്ന് എന്തെങ്കിലും കിട്ടുവരെ, ആ വഴി അടയ്ക്കണോ എന്നൊക്കെയുള്ള പലരും ചിന്ത. എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛൻ്റെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് മുഖം നോക്കാതെ എല്ലാവരും സംസാരിക്കും. ഇഷ്ടമുള്ളവർ നമ്മളെ വിളിച്ചാൽ മതി, ഇഷ്ടമുള്ളവർ നമ്മളെ താല്പര്യപ്പെട്ടാൽ മതി.
ആരുടെയും പ്രത്യേക മമതയോ സ്നേഹവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ലോകത്തിലെ ഒരു മമതയും നീ സ്വന്തമാക്കാൻ നോക്കണ്ട. ആരുടെയും പ്രീതിക്കല്ല ദൈവം ശുശ്രൂഷിക്കേണ്ടത്. ആരുടെയും പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല, കസേര കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിന്നെ എവിടെയെങ്കിലും അധ്യക്ഷനാക്കി വെക്കും ഓർത്തന്നെ നീ വചനം പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് വേണം നീ ദൈവത്തിന് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല സഹോദാവേ. ഹല്ലേലൂയ. നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ തീറ്റിപ്പോറ്റുവാൻ, നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ ആശ്വസിക്കാൻ കഴിവുള്ളവന്റെ മകളാണ് നീ. പദവിയെ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇസ്രായേലിൽ എന്തെങ്കിലും കിട്ടുന്ന പദവി, അതുകൊണ്ട് ആ പദവിക്ക് ഹല്ലേലൂയ, ആ പദവിക്ക് അനുസാരമായി ദൈവം അവരെ ശിക്ഷിക്കുകയും കൂടുതൽ പദവി ലഭിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം തരുകയും ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവർക്ക് നല്ല പദവി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൂടുതലായി ശാസിക്കപ്പെടുകയാണ്. തെറ്റ് കണ്ട നമ്മുടെ പിതാക്കന്മാര്, മാതാപിതാക്കൾ നമ്മെ ശാസിക്കുമല്ലോ. അപ്പൊ ശാസിക്കും, നമുക്ക് ഒന്നുകൂടെ ഉത്തരവാദിത്വം കൂടും. വീണ്ടും ഉത്തരവാദിത്വമുള്ള പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ഈ ദൈവജനം വായിക്കുന്നത്. അപ്പൊ ഈ ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം തുടങ്ങുന്ന വായിച്ചു നോക്കാം. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ. ഭൂമിയിലെ സകല വംശങ്ങളും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. രണ്ടുപേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? അമിലലിയ ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കെണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപെടാതെ കെണി നിലത്ത് വീണ് പൊങ്ങുമോ? നഗരത്തിൽ കാഹള ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യില്ല. ചില ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ പറയാം, യഹോവയായ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് സകല കാര്യവും വെളിപ്പെടുത്തുന്നു. ആമോസ് പ്രവാചകൻ പ്രവചിച്ചതോടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അല്ലേ? ആമോസ് ഒരിക്കലും ഒരു വിസയ്ക്ക് വേണ്ടിയിട്ടോ ഒരു വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ആമോസ് പ്രവചനം ചെയ്തില്ല. ആരുടെയും മുഖം നോക്കിയും ആരും വെള്ളപൂശിയും ആമോസ് ശുശ്രൂഷിച്ചിട്ടില്ല. ആമോസിനെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്തു. എന്നാൽ ഇന്നത്തെ പ്രവാചക ശുശ്രൂഷകരെയൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവരെല്ലാം വെള്ളപൂശലാണ്. എല്ലാരെയും അല്ല, ചിലരൊക്കെ കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പലരും പ്രവചനം മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവവചനം ആർക്കും വേണ്ട. ദൈവത്തിന്റെ വചനം വേണ്ട, വേർപാട് വേണ്ട, വിശുദ്ധി വേണ്ട, മാനസാന്തരം വേണ്ട, രക്ഷ വേണ്ട, ആമേലി, ഇതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും പ്രവചനം കേട്ടാൽ മതി. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എന്ത് കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പ്രാർത്ഥനയുടെ കാര്യം എന്ത് കിട്ടി? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് കണ്ടു? പാസ്റ്റർ എന്ത് കണ്ടു? എന്ത് കിട്ടി? എന്താ ഞങ്ങളെ കുറിച്ച് പറ? ഇങ്ങനത്തെ പ്രവചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല കൂട്ടം വിശ്വാസികളുണ്ട്. അവർ ഒരു സഭയിൽ ഒതുങ്ങുന്നവരല്ല, ഒരു ദൈവദാസന്മാർക്ക് ഒതുങ്ങുന്നവരല്ല. അവരിങ്ങനെ കൂടുമാറി പറിച്ചു നടുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നട്ട് പോകും. ഒരു സഭയ്ക്കും വിധേയപ്പെടുത്തില്ല. കഴിഞ്ഞ ദിവസവും എന്നെ ഒരു ദൈവദാസൻ വിളിച്ചിട്ട്, പാസ്റ്റർ ഞങ്ങൾ വളരെ കഷ്ടതയില്ല, ജപ്തിയ. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടിയ, ഞങ്ങളെ കുറിച്ച് എന്താന്ന് പറയണം. അല്ലേ? ചില കൈനോട്ടക്കാരുടെ ഇരിക്കൽ വരുന്നത് പോലെ കൈനോട്ടക്കാരിരിക്കൽ ചെന്ന് അന്നേരത്തെ കാര്യം പറയുമല്ലോ. അവരുടെ വിസർജ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം പറയും എന്ന് പറഞ്ഞല്ലോ. പലരും പ്രവചനത്തെ കണ്ടതിന് പിന്നാലെ പോകുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ നിൽക്കുന്ന അടിസ്ഥാനം ഉറപ്പാണെന്ന് നോക്കണം. അല്ലേലൂയ. അപ്പം വീട് പണിയുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതപ്പോൾ അത് അലുയ്യ കാറ്റടിച്ച് വെള്ളം പൊങ്ങി അതിന്മേൽ അടിച്ചിട്ട് വീണില്ല. മണൽമേൽ പണിതപ്പോഴൊക്കെ വീണ് പോയി. നീ പല സഭ മാറി, പല ദൈവദാസന്മാർ ഉപദേശം കേട്ട്, പലരുടെ ആലോചന കേട്ട്, നിന്റെ നന്മ കിട്ടാൻ വേണ്ടിയിട്ട് പലരും നിന്നെ വെള്ളപൂശി നിന്റെ പാപത്തെ വെളിപ്പെടുത്താതെ നിന്നോട് ആലോചന പറയും. അത് നിന്റെ പരാജയമാണ്. അല്ലേലൂയ. എന്നാൽ നീ വെള്ളപൂശാതെ, നിന്റെ കയ്യിലെ നിന്റെ പോക്കറ്റിലെ പണം നോക്കാതെ നിന്റെ പാപത്തെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നീ മാനസാന്തരപ്പെടും. നിന്റെ മേലുള്ള ശാപങ്ങൾ, അകൃത്യങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവത്തെ നീ തിരിച്ചറിയണം.
ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം, ദൈവദാസന്മാർക്ക് കീഴ്പ്പെടും, വചനത്തിന് കീഴ്പ്പെട്ടിരിക്കണം, പ്രവചനത്തിന്റെ പിന്നാലെ ഓടരുത്. ഇന്നത്തെ നമ്മുടെ വിശ്വാസികൾ ഒരിക്കലും പ്രവാചകനുണ്ടോ പാസ്റ്റർ എന്ന് ചോദിക്കും. പ്രവചനം നല്ലതാണ്. ഞാൻ പ്രവചനം ഇഷ്ടപ്പെടുന്ന ആളാ. അല്ലേ? എനിക്ക് പ്രവചനമൊക്കെ ഇഷ്ടമാണ്. അല്ലേ? പ്രവചനം തുച്ഛീകരിക്കരുതെന്നാണ് വേദവസം പറയുന്നത്. 1 ദിവസത്തിലേക്ക് ലേഖനം 5-14 തൊട്ട് താഴോട്ട് നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട് പ്രവചനം തുച്ഛീകരുത്, നല്ല ശോധന ചെയ്ത് മുറുകെ പിടിക്കാനാണ്. അല്ലേലൂയ. ഞാൻ വളരെ പ്രവചനം ഇഷ്ടപ്പെടുകയും പ്രവചനം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യും. അല്ലേലൂയ. പക്ഷേ വെള്ളപൂശത്തിൽ ആരുടെയും പോക്കറ്റ് കൊണ്ടൊന്നും പറയത്തില്ല. അല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യണം. ആമോസിനെ പോലെ. ഇപ്പൊ സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. അല്ലേലൂയ എന്നാണ് ദൈവത്തിന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പ്രവചന വരമുള്ള ഒരു പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്നും പ്രവചനങ്ങൾ ഇറങ്ങി വരണമെങ്കിൽ അല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. അല്ലേലൂയ. പലരും ഇപ്പോൾ കിട്ടിയത് പറയാൻ വേണ്ടിയിട്ടാണ് സഭയിൽ വരുന്നത്. ഒരുപാട് ശുശ്രൂഷകന്മാർ ഇവിടെ വന്ന് എൻ്റെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവർ പറയും എന്റെ പാസ് ഡെയിലി ഓട്ടവാ, രാവും പകലും ഓട്ടവാ, ഇരിക്കാൻ സമയമില്ല. അല്ലേലൂയ. ഭയങ്കര റണ്ണിങ്ങാ. ബൈബിൾ നോക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ അനവധി പ്രവാചകന്മാർ എൻ്റെ ഇരിക്കും വന്നിട്ടുണ്ട്. എന്നിട്ട് അവരിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാട്ട് പാടുന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും ഒക്കെ കേൾക്കുന്ന ചില വചനങ്ങളും അധ്യക്ഷ പ്രസംഗം അല്ലെങ്കിൽ സഭയുടെ പാസ്റ്റർ പറയുന്ന ചില സന്ദേശങ്ങൾ ഏറ്റെടുത്തിട്ട് ഇവിടെ വന്നിരുന്നപ്പം കിട്ടിയതാണെന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കുന്ന പലരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾ വിവരിച്ചെടുത്താൽ മതി. അതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവദാസനെ പ്രവചനം എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തു തരുന്ന ആ പ്രവചനം പറയണമെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ചോദിച്ച് ആലോചന പ്രാപിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് വേർപാടും വിശുദ്ധിയും പ്രാപിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് ദൈവം തരുന്നത്, ദൂതുകൾ നൽകുന്നത്. അപ്പോൾ ആമോസിനെ പോലെ ശുദ്ധിയോടെ നിനക്ക് പ്രവചിക്കാൻ പറ്റും. അപ്പം പ്രവചനപരമുള്ള ഒരു പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്നും പ്രവചനങ്ങൾ ഇറങ്ങി വരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിടെ പ്രവചനം എന്ന വാക്കിനെ നീരൂറ്റിൽ നിന്നും പൊങ്ങി പുറപ്പെടുത്തു വരുന്നതെന്നാണ്. പ്രവചനം എന്ന വാക്കിന്റെ അർത്ഥം നീരൂറ്റിൽ നിന്ന് അല്ലേലൂയ പൊങ്ങി പുറപ്പെട്ടു വരുന്നത്. നിങ്ങൾ നീരുറവ കണ്ടിട്ടുണ്ടല്ലേ? നീരൂറ്റിൽ ഞാൻ പറഞ്ഞു നീരുറവ കണ്ടിട്ടില്ലേ? നിങ്ങൾ യാത്ര ചെയ്യുന്ന തോടിന്റെ അടിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ചില നല്ല നീരുറവുകളെ കാണാൻ കഴിയും. നീരുറവകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ചിലപ്പോൾ നല്ല പാറയുടെ ഇടിക്കുന്ന അല്ലെങ്കിൽ നല്ല മണ്ണുകളുടെ ഇടയിൽ നിന്ന് നീരുറവ മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാൻ കഴിയും. അങ്ങനെ പൊങ്ങി വരുന്ന നീരുറവ നല്ല തെളിഞ്ഞ കണ്ണുനീർ തുള്ളി പോലെയുള്ള വെള്ളമായിരിക്കും. ആ വെള്ളം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. നമ്മൾ ഒരുപക്ഷെ ആ വെള്ളം അവിടുന്ന് എടുത്ത് കുടിക്കും. ആ വെള്ളത്തിൽ നമ്മുടെ മുഖമൊക്കെ കഴുകും. ഒരു നല്ല തണുപ്പ് സ്വാതന്ത്ര്യമൊക്കെ നമുക്കൊരു ആശ്വാസമാണ്. അല്ലേലൂയ. അങ്ങനെ എന്നൊരു പ്രവചനം എന്ന് പറയുന്നത് നീരുറവിയിൽ നിന്ന് പൊങ്ങി പുറപ്പെട്ടു വരുന്നത് പോലെയാണ് പ്രവചനം. വളരെ ശുദ്ധമായിരിക്കും, സത്യസന്ധമായിരിക്കും. അങ്ങനെ പ്രവചിക്കുന്ന പ്രവചനമാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. അല്ലേലൂയ. സ്തോത്രം. പ്രൈസലോർഡ്. ഒരിക്കലും ഒരു ദൈവദാസൻ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ച് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയും പ്രാർത്ഥിക്കാം. അല്ലേലൂയ. അതൊക്കെ എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പം പറഞ്ഞു അവിടെ പോയൊരു 2-3 മാസം നിൽക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ ചെല്ലും പ്രസംഗിപ്പാൻ കൃപ തരണം. പിന്നെ ഒന്നും കിട്ടാതെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ ചെന്ന് പ്രവചിക്കാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് കാര്യാദികൾ കണ്ടു കേട്ട് പഠിച്ച് പ്രവചിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് പ്രാപിച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ശുശ്രൂഷിക്കാൻ എളുപ്പമായിരിക്കും. അല്ലേലൂയ. ഇവിടെ നിന്നേ പ്രാപിക്കണം. അങ്ങനെയൊക്കെയാ പലരും കേട്ടോ. അല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം പല ഭാഷകളിലും പല സംസ്കാരങ്ങളിലുള്ള ജനത്തെ, പല സംസ്കാരങ്ങളുള്ള ജനത്തെ, പല രാജ്യങ്ങളുള്ള ജനത്തോട് പല ഭാഷകളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രമല്ലേ. അപ്പം ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഗർജനം പ്രവാചകന്റെ ഹൃദയത്തിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പൊങ്ങി വരുമ്പോൾ അല്ലേലൂയ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഗർജിക്കുന്ന ആ ഗർജന ശബ്ദം, ദൈവം സിംഹാസനത്തിൽ നിന്ന് ഗർജിക്കുന്ന ഗർജന ശബ്ദം, അത് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അല്ലേലൂയ പ്രവാചകന്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന വാക്കുകൾ, ആ വാക്കുകളെ പ്രവാചകൻ ധൈര്യമായിട്ട് പ്രവചിക്കും.
അല്ലേ? അപ്പം സിംഹം ഗർജിക്കുന്നത് പോലെ ആമോസ് ഗർജിക്കുക എന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവയായ ദൈവം അവിടെ ശബ്ദിച്ച ഗർജനമായിരിക്കുന്ന പ്രവചന ശബ്ദം ആമോസിന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആമോസിന്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന ദൈവവചനത്തെ ആമോസ് യാതൊരു ഭയം കൂടാതെ സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജിക്കുക, ഇസ്രായേലിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുക. ഹല്ലേലൂയ. അത് നമ്മുടെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന്റെ ആത്മാവിനോട് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിനോട് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്ന പാപ സ്വഭാവങ്ങളെ നീ നിശ്ചയമായി തിരിച്ചറിഞ്ഞ് അതിനെ നീ പുറത്ത് കളയുന്നെങ്കിൽ സിംഹം ഗർജിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവചനം ദൈവാത്മാവിൽ നീ കേൾക്കുമ്പോൾ ആ പ്രവചനം ഗർജനമായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? പാപത്തെ നീ ഏറ്റുപറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ഗർജിക്കുക. യഹൂദാഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവ്. ഗർജിക്കുമ്പോൾ ആ ഗർജനമാണ് യഥാർത്ഥ പ്രവചനമായി ആമോസിന്റെ ഹൃദയത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആമോസിന്റെ സിംഹം ഗർജിക്കുന്ന പോലെ കൊണ്ട് ഗർജിക്കുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ പാപത്തെ വെള്ളപൂശാതെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മനസാന്തരം വന്നു, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു. രക്തം ചെയ്യും. അതെ, നിന്റെ ജീവിതത്തിന് പാപ സ്വഭാവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹല്ലേലൂയ, നിനക്ക് കൂടുതലായിട്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി ദൈവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. ഹല്ലേലൂയ എന്ന് തിരുവെഴുത്ത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 68 സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 68 സംഗീതം 1-ാം വാക്യം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. അവന് ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എങ്ങനെയാണ് അവർ ഓടിപ്പോകുന്നത്? ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ ഓടിപ്പോകും. എങ്ങനെയാണ് ഓടിപ്പോകുന്നത്? അതിനെക്കുറിച്ച് അടുത്ത വാക്യമാണ് പറയുന്നത്. അടുത്ത വാക്യം എന്താണ്? പുക പതറി പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ പ്രവചനമൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ പ്രവചന ശബ്ദം, പ്രവചന ദൂതുകൾ സഭയ്ക്കകത്ത് മുഴങ്ങുമ്പോൾ, ദൈവമക്കളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ പുക പാതറി പോകുന്നത് പോലെ അവരെ പാതറിക്കുന്നു. ഹല്ലേലൂയ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉരുകുന്ന ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദുഷ്ടനെ നശിപ്പിക്കണം. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദുഷ്ടനെ നശിപ്പിക്കാത്തടത്തോളം കാലം നീ എന്താരാധിച്ചാലും സ്തുതിച്ചാലും സ്തോത്രം പറഞ്ഞാലും ദാനധർമ്മങ്ങൾ ചെയ്താലും എത്ര സഭയുടെ മേലധ്യക്ഷനായിരുന്നാലും നിന്റെ ഉള്ളിൽ ദുഷ്ടൻ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ പ്രവചനം ദൈവത്താലല്ല. ഹല്ലേലൂയ. നീ പ്രവചിക്കുന്നത് നീയായിട്ട് പ്രവചിക്കുന്നതാണ്, ദൈവത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ. നിന്റെ ഉള്ളിലെ പാപ സ്വഭാവത്തെ എടുത്തുകളയാതെ, മുഖപക്ഷത്തെ എടുത്തുകളയാതെ, ജാതീയത വിഭാഗീയതയെ മാറ്റിക്കളയാതെ, സ്ഥാനമാനത്തിനുള്ള അത് മാറ്റിക്കളയാതെ, അധികാരമോഹം വിട്ടുകളയാതെ, വിദേശത്തുള്ള ഫണ്ട്, വിദേശ പണം ആഗ്രഹിക്കുക, അവളുടെ ആഗ്രഹത്തെ എടുത്തു കളയാതെ, അസൂയും പിണക്കവും അവയ്ക്ക് മാറ്റിക്കളയാതെ, മറ്റുള്ളവനെ നിന്നേക്കാൾ ശ്രേഷ്ഠം നിന്നുവാൻ കഴിയാതെ നീ എന്ത് പ്രവചിച്ചാലും അത് ദുരാത്മാവാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. യേശു സൗമ്യതയും താഴ്മയുള്ളവനായിരുന്നു. സൗമ്യതയും താഴ്മയുള്ളവനായി 3.5 വർഷം ഈ ഭൂമിയിൽ ജനത്തോട് പ്രവചിച്ചു. 3.5 വർഷത്തെ യേശു കർത്താവിന്റെ സംഭാഷണം മുഴുവൻ പ്രവചനമായിരുന്നു. പ്രവചന ദൂതുകളായിരുന്നു. കേട്ട ജനം മാനസാന്തരപ്പെട്ടു, കേട്ട ജനം ശുദ്ധീകരിക്കപ്പെട്ടു, ഓടി വന്ന പാദപെടുത്തങ്ങൾ വീണു. പാപങ്ങൾ ഏറ്റുപറഞ്ഞു, യേശുവരെ ശുദ്ധീകരിച്ചു, സൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. പ്രവചനത്തിന് മുമ്പിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. പ്രവചനത്തിന് മുമ്പിൽ മരിച്ചവൻ എഴുന്നേൽക്കും. പ്രവചനത്തിന് മുമ്പിൽ ഭൂതങ്ങൾ അലറി ഓടും. പ്രവചനത്തിനുള്ളിൽ കാറ്റും കടലും അടങ്ങും. ഹല്ലേലൂയ. അത് നിങ്ങൾ പുതിയ നിയമത്തിന് പ്രവചിക്കുക. പുതിയ നിയമത്തിനകത്ത് വചനം വായിച്ചിട്ട് യേശുക്രിസ്തു പ്രവചിച്ച പ്രവചനം നിങ്ങൾ പ്രവചിക്കുക. അല്ലേ? സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗർജനത്തെ
നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വന്ന് പതിയുമ്പോൾ ആ ആ ഗർജനം നിന്റെ ഹൃദയത്തിൽ നിന്നകത്തുനിന്ന് പ്രവചനമായി പുറത്തേക്ക് വരും. അല്ലേ? അപ്പം നീയും ഗർജിക്കും. അല്ലേരിയ. അതാണ് ദൈവത്തിന്. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവം എഴുന്നേൽക്കുന്നവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിനും അവന്റെ ജനത്തിനും എല്ലാ കാലത്തും ശത്രുക്കളുണ്ട്. ദൈവത്തിന്റെ ജനത്തിനും എല്ലാ കാലത്തും ശത്രുക്കളുണ്ട്. ദൈവം ഉറങ്ങിക്കിടക്കുന്നു എന്ന ചിന്തയിൽ പല ദുഷ്ടന്മാരും അവനെതിരായി മത്സരിക്കുന്നു. നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോഴും ഒക്കെ ദൈവം ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്ന അനവധി ആളുകൾ, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവനെ കൊണ്ട് ഒരു പ്രാപ്തിയുമില്ല എന്നൊക്കെ പറയുന്ന അനവധി ദുഷ്ടന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ചില പേരും പ്രശസ്തിയൊക്കെയുള്ള ജനം ആദരിക്കുന്ന, ജനം ബഹുമാനിക്കുന്ന ചില വ്യക്തികളൊക്കെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ദൈവമില്ലെന്ന് യേശുമാരും ഇല്ലെന്നും ദൈവം കൊണ്ട് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് ചോദിച്ച അനവധി മഹാന്മാരെ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവർക്കൊക്കെ ദൈവം ശിക്ഷാവിധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും ദൈവത്തിനും ശുശ്രൂഷയ്ക്കും ശുശ്രൂഷകന്മാർക്കും കർത്താവിന്റെ വചനം വിളിച്ചു പറഞ്ഞ സകല ജനത്തിനും എല്ലാ കാലഘട്ടത്തിലും ദുഷ്ടന്മാരുണ്ട്, എതിരാളികളുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പക്ഷെ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ എഴുന്നേറ്റാൽ സകല ദുഷ്ടന്മാരും പലായനം ചെയ്യും. യഹൂദ ഗോത്രത്തിലെ സിംഹമായും എഴുന്നേറ്റാൽ സകല ദുഷ്ടന്മാരും ഓട്ടിപ്പോകും, സകല ദുഷ്ടന്മാരും നശിക്കും. ഹല്ലേലൂയ. പുക പാതറി പോകുന്നത് പോലെ അവരെ പാതറിക്കും, തീകൾ ഉരുകുന്നത് പോലെ അവരെ തുരത്തി ഓടിക്കും ദുഷ്ടനെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവവചനം പാലിയ അവരെ കാറ്റത്ത് മാറിപ്പോകുന്ന പുകയോടും തീയിൽ ഉരുക്കുന്ന വെടിക്കിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന് ഭയവും നാശവുമാകുന്ന ദൈവ സാന്നിധ്യം, ദുഷ്ടന് നാശവും ദൈവഭയവുമാകുന്ന ഹല്ലേലൂയ സാന്നിധ്യമാണ്. ഭയവും നാശമാകുന്ന ദൈവ സാന്നിധ്യം ദുഷ്ടന് കിട്ടും. എന്നാൽ ഭക്തന് അനുഗ്രഹവും സന്തോഷവും ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അനുഗ്രഹവും സന്തോഷവും ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ ഗർജിക്കുന്ന യഹൂദാഗോത്രത്തിലെ സിംഹമായവൻ, രാജസിംഹമായവൻ മഹാശക്തിയുള്ളവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ആമോസിലൂടെ ഗർജിക്കുന്ന യഹൂദാഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവ് മഹാശക്തിയുള്ളവനാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സ്നേഹിത, നിന്റെ ഉള്ളിൽ ദൈവം ഹല്ലേലൂയ രാജസിംഹമായി, യഹൂദാഗോത്രത്തിലെ സിംഹം രാജസിംഹം മഹാശക്തി ഉള്ളവനായിട്ടിരുന്നിട്ടാണ് നിന്നെ കണ്ട് ശക്തമായി ദൂത് ദൈവം പറയിപ്പിക്കുന്നത്. അപ്പൊ നിന്റെ ദൂത് എന്ന് പറഞ്ഞ ഗർജനമായിരിക്കണം, നിന്റെ ശുശ്രൂഷ ഗർജനമായിരിക്കണം. ശുശ്രൂഷയ്ക്കകത്ത് ഒരിക്കലും ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞു വെള്ളം പൂശരുത്, ആരും വെള്ളം പൂശരുത്. ഹല്ലേലൂയ. ചുരുക്കം ആളുകളെ ഉള്ളെങ്കിലും അത് മതിയെന്നേ. എന്തിനാ ഒരുപാട് പേര്? വചനമനുസരിക്കുന്ന യഹൂദാഗോത്രത്തിലെ സിംഹമായവൻ അകത്തുള്ളവൻ, രാജസിംഹമായ മഹാശക്തിയുള്ള കർത്താവ് അകത്തുള്ളവൻ സഭയ്ക്കകത്ത് ഇരുന്നാ മതിയെന്ന്. അല്ലാതെ പാപത്തം നിറയപ്പെട്ട് പാപത്തിന്റെ വശീകരണത്തിൽ വീണ് പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന കുറെ എണ്ണത്തെയും കണ്ട് സഭ നടത്തിയതുകൊണ്ട് പ്രയോജനമില്ല. കുറെ തലകൾ കൂടിയതുകൊണ്ട് പ്രയോജനമില്ല. തലകളുടെ എണ്ണം വർദ്ധിക്കും, അനുഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കും. പാപി സഭയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ആ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. ഒരു പാപി സഭയ്ക്കകത്തിരിക്കുമ്പോൾ ആ പാപിയുടെ പാപത്തെ പ്രവാചകൻ ഗർജനാത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതേറ്റു പറയാൻ തയ്യാറാകണം. ഒരു പാപിയായ ദൈവദാസൻ ദൈവസഭയ്ക്കകത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ദൈവദാസന്റെ ഉള്ളിലെ പാപത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സാന്തരപ്പെടണം. ഒരു ദൈവദാസന്റെ സഹോദരി അല്ലെങ്കിൽ പാപത്തിൽ വച്ച് പാപജീവിതം, പാപസ്വഭാവം ഉള്ളിലുണ്ടെങ്കിൽ അതിനെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെ വാളും പടിയായിട്ട് വരാതെ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേർപാടും വിശുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി കേന്ദ്രത്തെ വിളിച്ച് അവരെ മാറ്റിക്കോളാൻ പറയും. ഹല്ലേലൂയ. ഏത് സംഘടനയുടെ ആയിരുന്നാലും അന്നേരെ നേതൃത്വത്തെ വിളിച്ചു, ഞങ്ങൾക്ക് ഈ വ്യക്തിയെ വേണ്ട, ഈ പുള്ളി ഞങ്ങളുടെ സഭയിൽ എന്നാൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ.
അതാ ഇന്നത്തെ കാലത്ത് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ആമോസിനെ പോലുള്ള പ്രവാചകന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്. അവർക്ക് സഭയ്ക്കകത്ത് വന്ന് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. സഭയ്ക്കകത്തേക്ക് മാറി വരുമ്പോൾ തന്നെ സഭ ചില നിയന്ത്രണങ്ങൾ, ചില നിയമങ്ങൾക്ക്, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഉള്ളവരങ്ങനെയാണ്, ഇവിടെ അച്ഛൻ അങ്ങനെയാണ്, മാമ എങ്ങനെയാണ്, അവർ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രണം വെക്കുമ്പോൾ ആമീൻ യഹൂദാഗോത്രത്തിലെ രാജസിംഹമായ മഹാശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട ശുശ്രൂഷകനെ സഭയ്ക്കകത്ത് ഗർജിക്കാൻ പറ്റത്തില്ല. ആ ശുശ്രൂഷ ഒതുങ്ങിപ്പോവുകയാണ്. ഇനി എല്ലാം പറഞ്ഞു പോയാലോ അപ്പോ തന്നെ അല്ലെങ്കിൽ നേതൃത്വത്തെ വിളിച്ചു പറയും. അത് ഈ പെന്തക്കോസിന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിലായിരുന്നാലും അവരെ അപ്പോൾ തന്നെ സ്ഥലം മാറ്റിയിരിക്കും. സഭ രണ്ട് ചേരിയാകും. ഒരു കൂട്ടം പാസ്റ്റർപക്ഷം, ഒരു കൂട്ടം വിശ്വാസികളുടെ പക്ഷം. അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് ശുശ്രൂഷിക്കണം, ഗർജിക്കണം സഭയ്ക്കകത്ത്. അല്ലേലിയ, ഉള്ളതൊക്കെ മതിയെന്നേ. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ ഗർജിക്കുന്ന യഹൂദാഗോത്രത്തിലെ രാജസിംഹമായ മഹാശക്തിയുള്ളവൻ, യാതൊരു മനുഷ്യനും അല്ലെങ്കിൽ യാതൊരു രാജാവിനും അവനെ എതിർത്ത് നിൽപ്പാൻ സാധിക്കുകയില്ല. ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ ഒരു രാജാക്കന്മാർക്കും അധികാരികൾക്കും ഭൂമിയിലെ ഒരു മനുഷ്യർക്കും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനെ എതിർത്ത് നിൽപ്പാൻ കഴിയില്ല. പ്രവാചകന്റെ വാക്ക് ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ഗർജിക്കുന്നത് യഹൂദാഗോത്രൻ രാജസിംഹമാണ്. അതുകൊണ്ട് ഒരു രാജാവിനും ഒരു മനുഷ്യനും അവനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ ധ്വനിക്കുന്ന ധ്വനി എന്താണ്? സ്വർഗത്തിൽ ധ്വനിക്കുന്ന ധ്വനി എന്താണ്? സ്വർഗത്തിൽ നാം കേൾക്കുന്ന ശബ്ദം എന്താണ്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 5:5 പറയുന്നത്. അത് സ്വർഗം ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രവചനം കേട്ടിട്ട് വീണ്ടും വീണ്ടും പ്രവാചകനെ അന്വേഷിച്ച് നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ പാപം വസിക്കുന്നുണ്ട്. ചിലര് എത്ര പ്രവചനം കേട്ടാലും മാനസാന്തരപ്പെടില്ല. ഇന്ന് പ്രവചനം കേട്ടു, നാളെ പ്രവചനം കേൾക്കും. ഇന്ന് പ്രവചനം കേട്ടു, നാളെ പ്രവചനം. അങ്ങനെ ഇന്ന് പ്രവാചകൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, നാളെ പ്രവാചകൻ കൈവച്ച് തലവെച്ചു. അങ്ങനെ നിരന്തരം പോകുന്നവരുണ്ട്. കാരണം പ്രവചന ശബ്ദം ഒരിക്കൽ കേട്ട് നിന്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നീ അത് ഏറ്റുപറഞ്ഞ് ആ ദൈവദാസനെ പ്രവാചകൻ നിന്റെ തലവിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ വിശ്വസിച്ച് ആ വചനം പ്രവചനം ഏറ്റെടുത്ത് നിന്റെ പാപത്തെ നീ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ പിറ്റേ ദിവസം നീ പ്രവാചകനെ അന്വേഷിച്ച് പോകണ്ട. പിറ്റേ ദിവസം പ്രവാചകനെ അന്വേഷിച്ച് പോകുക, പിന്നെ പ്രവാചകന്റെ കൈ കഴിവ് തലവെച്ച് കൊടുക്കേണ്ട. ഒറ്റ പ്രവചനം കേട്ടാൽ മതി മാനസാന്തരപ്പെടാൻ. പക്ഷെ നീ ഒന്ന് പോയിട്ട് 1000 കേട്ടാൽ നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. അല്ലേരിയ, 1000 ചില സഭകളിലൊക്കെ ചില പ്രവചനം അങ്ങോട്ട് ദൂത് പറയുമ്പോഴത്തെ തുള്ളിച്ചാടി അലറി വിളിച്ച് ഉരുണ്ട് നിരങ്ങി ചാടി തലകുത്തി മറിഞ്ഞ് എന്തെല്ലാം കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. അല്ലേരിയ, പ്രാർത്ഥിച്ച് ദൈവദാസ ശാന്തമാക്കും, പ്രവാചി ശാന്തമാക്കും. അടുത്ത ശുശ്രൂഷ തുടങ്ങും വീണ്ടും അത് തന്നെയാ. അല്ലെങ്കിൽ അടുത്ത ശുശ്രൂഷ തുടങ്ങും വീണ്ടും അത് തന്നെയാ. ആദ്യം കാണിച്ച് തന്നെ വീണ്ടും കാണിക്കും. അപ്പം പ്രവചനം കേട്ടിട്ട് ഉള്ളിലെ ദുരാത്മാവ് പോയില്ലാത്തത് കൊണ്ടാ. ആ വചനം നീ ഏറ്റെടുക്കാത്തത് കൊണ്ടാ. ഒന്നീ വചനം നീ ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ ശബ്ദം യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ ശബ്ദമായിരിക്കത്തില്ല. യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ ശബ്ദമാണ് നിന്റെ ഉള്ളിൽ നിന്ന് ഗർജിച്ചതെങ്കിൽ, ആ ഗർജനമാണ് പ്രവചനമായിട്ട് നിന്റെ ഉള്ളിലേക്ക് വന്നെങ്കിൽ ആ വചനം നിന്നിൽ ക്രിയ ചെയ്യും. ആ വചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നിന്റെ ഉള്ളിലെ ദുരാത്മാവ് വിട്ടുപോകും. അല്ല, പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് വന്നത് സിംഹഗർജനം അല്ലെങ്കിൽ നിന്റെ ഉള്ളിലെ ദുരാത്മാവ് ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നീ പിറ്റേ ദിവസം വീണ്ടും ഈ പ്രവചനത്തിന് നീ വിടുതൽ ആഗ്രഹിക്കുന്നത്. ഒറ്റ പ്രാവശ്യം വചനം കേട്ടാൽ മതി നീ. അല്ലേരിയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാനൊക്കെ സുവിശേഷം ഒരു മെസ്സേജ് കേട്ടു, ഒരുപാട് സന്ദേശം കേട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 6 മാസത്തോളം ദൈവസഭയ്ക്കകത്ത് ലഭിച്ച കൂട്ടായ്മകൾക്കെല്ലാം പോയിട്ടുണ്ട്. അനവധി പ്രവചനങ്ങൾ കേട്ടു, ദൂതുകൾ കേട്ടു. ഒന്നും മനസ്സിലാകത്തില്ല ആദ്യകാലത്താണ് കേട്ടു, എങ്കിലും വചനം കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വന്ന ദൈവത്തിനൊക്കെ വീണ്ടും വായിക്കും, പഠിക്കും, നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പലതവണ ദൈവവചനം കേട്ട് പ്രവചനം കേട്ട് കഴിഞ്ഞ് ഒരിക്കൽ എനിക്ക് തോന്നി എന്റെ ഉള്ളിൽ വലിയ ദുഷ്ടനുണ്ടെന്ന്.
ലേലിയ രക്ഷിക്കപ്പെടുന്ന മുമ്പാണ്. അങ്ങനെയാണ് 2001 ഒക്ടോബർ മാസം 14 ഒരു ഞായറാഴ്ച ഞാൻ കർത്താവായ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചത്. എന്റെ ഉള്ളിൽ വാചനക്രിയ ചെയ്തു. യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ ശബ്ദം പ്രവാചകനിൽ കൂടി ഗർജനത്തോടെ എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ ഗർജന ശബ്ദം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ ഉള്ളിലെ ദൂട്ടൻ നശിച്ചു. അല്ലെ, ദുഷ്ടന്മാരെ നശിച്ചു പോകും നമ്മൾ 68 സമയത്ത്. അപ്പൊ എന്റെ ഉള്ളിൽ ദുഷ്ടൻ എന്ത് ചെയ്തു? നശിച്ചു പോയി. അവൻ അവന് അല്ലെങ്കിൽ പുക പാതറി പോകുന്നത് പോലെ, തീങ്കൽ ഉരുകുന്നത് പോലെ എന്റെ ഉള്ളിലെ ദുഷ്ടം നശിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു മാനസാന്തരം ഉണ്ടായി. എനിക്ക് മാനസാന്തരം ഉണ്ടായി. ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ എങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് പ്രവചനത്തെ ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് മനസ്സിലായി ഈ പ്രവചനം സിംഹഗർജനമാണെന്ന്. സിംഹഗർജനം പോലെ പ്രവചനം നിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഒറ്റ ദൂതന്റെ മുമ്പിൽ നീ കീഴ്പ്പെടുക്കട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. എന്റെ അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ കേട്ട ദൂതുകൾ, ഞാൻ കേട്ട പ്രവചനങ്ങളൊക്കെയാണ് പറയുന്നത്. ശക്തമായിരിക്കുന്ന യഥാർത്ഥമായി ദൈവം പ്രവചനാത്മാവ് നിറച്ച ചില ദൈവദാസന്മാരുടെ കൂടെ നടന്നിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. പലരും എന്റെ ഒരിക്കൽ വന്ന് ഇവിടെയും പ്രവചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നും പല ദൈവദാസന്മാർ സംസാരിക്കാറുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ആമോസിനെ പോലെ നീ പ്രവചിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി, ആമോസ് പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ഗർജനം പോലെ ദൈവശബ്ദം പുറത്തു വന്നതുപോലെ അതേ ഗർജനത്തിൽ നീ ശുശ്രൂഷിക്കുക. നിന്റെ സമം വളരും. നിന്റെ ദേശം വിടിവിക്കപ്പെടും. നിന്റെ കുടുംബം വിടിവിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞത്, ദൈവ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകത്തെ യഹൂദ രാജസിംഹമായ ക്രിസ്തു തുറന്ന് വെളിപ്പെടുത്തുവാൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. ഇവനോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവവചനത്തെ യഹൂദ ഗോത്ര രാജസിംഹമായ കർത്താവ് തുറന്ന് അത് വെളിപ്പെടുത്തി നമുക്ക് തരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തി വിജയത്തിന്റെ പാതയിലേക്ക് നടത്തുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്. രഹസ്യ ജീവിതമുണ്ട്. പലർക്കും രഹസ്യ ജീവിതം, പരസ്യ ജീവിതമുണ്ട്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അവ ഏറ്റുപറഞ്ഞ് വിജയത്തിന്റെ പാതയിലൂടെ നടക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യും. ദൈവാത്മാവ് നിന്നെ ആ പാതയിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയോടെ നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ദൈവാത്മാവിന്റെ ബലത്താൽ ശിംശോൻ സിംഹങ്ങൾക്ക് മേലെയുള്ള സിംഹത്തെ പോലെ ഇരുന്ന് അവൻ ഫെലിസ്ത്യരോട് കടങ്കഥ പറഞ്ഞു കേൾപ്പിച്ചു. അവൻ അവരുടെ ഭോക്താവിൽ നിന്നും ഭോജനവും മല്ലിൽ നിന്നും മധുരവും പുറപ്പെട്ട് ഇത് എന്താണ് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. തേനിനേക്കാൾ മധുരമുള്ളത് എന്ത് എന്നതായിരുന്നു അതിന്റെ അർത്ഥം. ന്യായാധിപന്മാരുടെ പുസ്തകം 14:18. സിംഹം ഒന്നിനും വഴിമാറി കൊടുക്കയില്ലെന്ന് സദസ്യ 30:30 വായിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ദൈവമായ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് നമ്മൾ വായിച്ച ഭാഗത്ത് മനസ്സിലാകുന്നത്? ദൈവാത്മാവിന്റെ ബലത്താൽ ശിംശോൻ, ദൈവാത്മാവിന്റെ ബലത്താൽ ശിംശോൻ സിംഹങ്ങൾക്ക് മേലെയുള്ള സിംഹത്തിന്, ഭൂമിയിലെ സിംഹങ്ങളുണ്ടല്ലോ, നമ്മുടെ വനാന്തരങ്ങളിലും മൃഗശാലകളിലും ഒരുപാട് സിംഹമുണ്ട്. ആ സിംഹത്തെ കുറിച്ചല്ല പറയും. ആ സിംഹത്തെക്കാൾ ഉന്നതനായിരിക്കുന്ന, ആ സിംഹത്തെക്കാൾ മഹാശക്തിയുള്ള, മഹാബലമുള്ള സിംഹമായിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ശിംശോൻ ഒരു കടങ്കഥ ചോദിക്കുക. അതെ, ഭൂമിയിലുള്ള സിംഹത്തെക്കാൾ ഉന്നതമായ സിംഹം ഉണ്ട് യഹൂദ ഗോത്രത്തിലെ സിംഹം. ആ കർത്താവിനെ നീ ആശ്രയിച്ചാണ് നീ ജനത്തിനിടയിൽ ശുശ്രൂഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ജനത്തിന് നിന്നോടൊന്നും മറുപടി പറയാൻ കാണത്തില്ല. അവൻ ഭയപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, സിംഹം ഒന്നിനും വഴിമാറി കൊടുക്കുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് സർവശക്തനാണ്. അവൻ ഒരിക്കലും പരാജയമടയുകയില്ല. നമ്മുടെ കർത്താവ് ശക്തനാണ്, മഹാശക്തിയുള്ള. അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ പരാജയപ്പെടത്തില്ല. യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ സമയത്ത് യേശുവിനെ ഒതുക്കിക്കളയുവാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശരും സാധുക്യരും റോമൻ സൈനാധിപന്മാരടക്കം, അന്നത്തെ പീലാത്തോസ് ഗവർണർ അടക്കം, കയ്യാഫാവ്, ഹെരോദാവ് അടക്കമുള്ള അനവധി ആളുകൾ യേശുവിനെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചു. യേശുവിനെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചവരെയല്ല യേശു അങ്ങ് ഒതുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ.
അവൻ യേശുവിനെ പിടിച്ചവർ കാൽവറി ക്രൂശിൽ തറച്ചു, കനലിരുമ്പാണിയാൽ തറച്ചു, തലയിൽ മുൾക്കിരീടം അടിച്ചു. ഹല്ലേലൂയ. ആമേൻ. മുൾക്കിരീടം അവനെ ക്രൂശിൽ തൂക്കി. അവൻ മരിച്ചു എന്ന് കണ്ടവന്റെ വിലാപ്പുറത്ത് കുത്തി, അവന്റെ വിലാപ്പുറത്ത് അവനെ കുത്തി തുറന്നു. അവനെ കുരിശിൽ നിറക്ക് അരിമത്തിക്കാനായിരിക്കുന്ന യോസെഫിന്റെ കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്തു. വലിയ കല്ലുരുട്ടി വെച്ച് മുദ്ര വെച്ചു. അവർ മനസ്സിലാക്കി. അവർ പറഞ്ഞു, അവനെ ഞങ്ങൾ ഒതുക്കി. ആരെ? യേശുവിനെ ഒതുക്കി. ഇനി അവൻ ഉയരത്തില്ല, ഇനി അവൻ പുറത്തു വരത്തില്ല. അവൻ കല്ലറയ്ക്കകത്ത് ദ്രവിച്ചസ്ഥിയായി മണ്ണോട് മണ്ണ് ചേരുമെന്ന് അന്നത്തെ അധികാരികളും മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും കയ്യപ്പാവും സാധുക്കിലും അടക്കമുള്ള ജനക്കൂട്ടം, റോമൻ സൈന്യം അടക്കം യേശുവിനെ മണ്ണിനോട് ചേർന്ന് ഇനി അവൻ ഒരു പിടി മണ്ണായി മാറുമെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നതിന് നടുവിൽ, ആർത്തിരമ്പതിനിടയിൽ മൂന്നാം ദിവസം അവൻ അതിശക്തിയോടെ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന് ഉയർത്തെഴുന്നേറ്റ് മക്കളക്കാര്യത്തിൽ അറിയിക്കും. അല്ലുരിയ. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്കും അല്ലുരിയ 11 പേർക്കും 500 പേർക്കും പ്രത്യക്ഷമായി. 40 നാൾ അവരോടൊപ്പം ജീവിച്ച് സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് തന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ ജനത്തിന്മേൽ അയച്ചു. കൂടിയിരുന്ന 120 പേർ, മാർക്കോസിന്റെ വളി കൂടിയിരുന്ന 120 പേർ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവർ സിംഹഗർജനത്തോടെ പത്രോസ് അടക്കമുള്ളവർ ഗർജിച്ചു തുടങ്ങി. അതുവരെ ഭീരുക്കളായിരുന്ന പത്രോസൊക്കെ എന്ത് ചെയ്തു? ഇപ്പൊ സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും യേശുവിനെ ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ യേശുവിനെ ഒതുക്കാൻ ശ്രമിച്ചവരല്ലേ യേശു അങ്ങ് ഒതുക്കി കളഞ്ഞു. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ ഒതുക്കാൻ പലരും ശ്രമിക്കും. നിന്റെ ശുശ്രൂഷ ഒതുക്കുവാൻ, നിന്റെ കൃപയെ ഒതുക്കുവാൻ, നിന്റെ കുടുംബത്തെ ഒതുക്കുവാൻ, നിന്റെ സഭയെ ഒതുക്കുവാൻ, എന്നെ കേൾക്കുന്ന നിന്റെ തലമുറ ഒതുക്കാൻ ഈ ലോകത്തിൽ പലരും ശ്രമിക്കും. ഹല്ലേലൂയ. അങ്ങനെ പലരും നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ യഹൂദഗോത്ര സിംഹമായവൻ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ അവിടെ ഒതുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. സിംഹം ശക്തി ആർജിച്ചതാണ്. കാട്ടുമൃഗങ്ങൾക്കെല്ലാം അവൻ സിംഹമാണ്, രാജാവാണ്. യേശു ക്രിസ്തു ആകാശത്തിലുള്ളവന്. ഭൂമിയിലുള്ള സിംഹം ഭൂമിയിലുള്ളതും നമ്മുടെ യഹൂദഗോത്രത്തിലെ സിംഹം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 138 സംഗതി 3 വാക്യം വായിക്കുന്നത്, ഞാൻ വിളിച്ചപേക്ഷ നാളെ നീ എനിക്ക് ഉത്തരമല്ലേ, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, സിംഹം ഗർജിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആർ ഭയപ്പെടാതിരിക്കും? അത് നിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കട്ടെ. യഹൂദഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കുന്ന മഹാശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവചനം ശബ്ദം നിന്റെ ഉള്ളിൽ ഗർജനത്തോടെ വന്ന് ആ ഗർജനത്തോടെ നീ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തോട് കൂട്ടായ്മയിലും നിൽക്കുന്നെങ്കിൽ പാപം നിന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ പാപത്തെ വെളിപ്പെടുത്തി ആമോസ് കൊടുത്തപ്പോൾ അവർക്കതിനെ കുറിച്ച് ബോധ്യം വന്നതുപോലെ നിന്റെ ഉള്ളിലെ പാപത്തെ വെളിപ്പെടുത്തുമ്പോൾ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? എങ്കിൽ പകൽക്കാലം യേശു കർത്താവേ, അങ്ങനെ മുമ്പ് എന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങളുടെ എന്നോട് കൂടി ഞാൻ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തങ്കിലും ധ്യാനം വൃത്തരാശമ ഓർമ്മ ചോളുടെ ജീവിത തലമുറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലെ ജനത്യധികാരികളെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരത്തിൽ കാക്കുന്ന BSF കടക്കോളം സൈന്യത്തിനായി ക്രമസമാധാന രംഗത്ത് നിയമനിർമ്മാണ രഹസ്യങ്ങളെ പോലീസിന്റെ ജുഡീഷ്യറി ഭാഗങ്ങളിൽ സകലമേലും പുതുമേൽ ആരോഗ്യമേൽ സാമ്പത്തികമേൽ വിദ്യാഭ്യാസ മേഖല മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്രാവസാന ജീവനക്കാരെ, എല്ലാ രാജ്യത്തിന്റെ പ്രതിനിധികളെയും അധികാരികളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കടലോര വാസ തീരശ്വാസ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവരെ, കടലിലെ ആണുകളും കത്തിട്ടുകളും ജോലി ചെയ്യുന്നവർ, ഖനികളും കമ്പനിയും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, ചെറുതു വലുതുമാരില്ല വ്യാപാരി, വ്യവസായ, വഴിയോടെ കച്ചവടക്കാരെ, ക്ഷീരമേലും കാർഷികമേലും ജോലി ചെയ്യുന്നവർക്കായി, മദ്യത്തിന്, മയക്ക്, പാൻസിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, അല്ലുരിയ, പാപത്തിനും ശാപത്തിനും അടിമപ്പെട്ട് കിടക്കുന്നവർ, മാരാരോഗത്താൽ ഭാരപ്പെടുന്നവർ, ശാപത്തിന്റെ വീണ് കിടക്കുന്നവർക്ക് വിടിവിക്കണമേ. കർഷകൻ, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് ഡ്രൈവേഴ്സ് എല്ലാ ഡ്രൈവേഴ്സിനെ പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടി യാത്ര ചെയ്യുന്നവർ, വാഹന സഞ്ചരി, വാഹനം സെയിൽസ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക മാധ്യമ
സയന്റിസ്റ്റ് എഞ്ചിനീയർക്കായി അവർ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദേശങ്ങളിൽ ജോലി കടന്നു, കഷ്ടത്തിൽ വേദന നൊമ്പൽ കടന്നു, മള്ളായത്തിൽ വേദന അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ, വിസാബുദ്ധി കിട്ടാതെ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, ശരിക്കിടക്കുന്നു, ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, ദേശപീഡനികൾ സൗര്യമായി എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തലമുറയില്ലാതെ വിവാഹപ്രയത്തിൽ സൗര്യങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ധാർമ്മികരോട് ജീവിക്കുന്നവർ, ഇതുപോലെ സകല ജനങ്ങൾ മാനസാന്തരത്തിൽ മടങ്ങി വന്ന് യഹൂദ ഗോത്ര സിംഹമായിരിക്കുന്ന രാജസിംഹന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാചനം ശക്തി സിംഹം ഗർജിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ ശക്തമായി ഇടപെടുവാൻ ഈ ജനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ജനം മടങ്ങി വരട്ടെ. ജനത്തെ നശിപ്പിക്കുന്ന അധാർമിക തീവ്രവാദികളെ, ഭീകരവാദികൾ, വർഗീയവാദികളെ നീക്കം ചെയ്യണമേ. രാജ്യം മുഴുവൻ നേരിടുന്ന, കേരളത്തിലും ലോകരാജ്യം നേരിടുന്ന എല്ലാ സാത്താനി ആരാധന, സാത്താനി ഗ്രൂപ്പുകളെയും, അന്ധവിശ്വാസങ്ങളെ, വ്യാജങ്ങളെ, എല്ലാ ദുരുപദേശങ്ങളെ, എല്ലാ ദുരുപദേശകന്മാരെയും ദൈവം നീക്കി ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ശക്തിയും വെളിച്ചവും മാധുര്യം ജനത്തിന്റെ ഹൃദയങ്ങളിൽ പതിയുവാൻ ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങിയുള്ള ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.